ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. നമുക്ക് പൊറോട്ടേൻ്റെയും ചപ്പാത്തീൻ്റെയും കൂടെ ഡിന്നറായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് വരുന്ന ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ഡീവൈൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ നന്നായിട്ട് ഡീവൈൻ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പാണ്. ചെമ്മീനിൽ ഉപ്പിടുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് മാത്രം ഇട്ടാൽ മതി, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചേർക്കാം. ഇനി ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചെമ്മീനിലേക്ക് മസാലപ്പൊടികളെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വരണം. പിന്നെ ഒരു 20 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. ഇപ്പം നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ആ സമയത്തേക്കിന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്. ഈ ഒരു പാത്രം അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് നമ്മളുടെ ഈ ഒരു നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക കേട്ടോ. ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ചെമ്മീൻ നിന്ന് കണ്ടോ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഏകദേശം നല്ലപോലെ ചെമ്മീനൊക്കെ വേവിച്ച് നന്നായിട്ട് വറ്റിയതായി ഒരു പരുവായി വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെമ്മീൻ നമുക്കിതിനകത്തുനിന്ന് മാറ്റണം. നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ അതിന് ശേഷമാണ് ചെയ്യുന്നത്. ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ 2 സവാളയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം, എത്രത്തോളം ഇത് വേണമെന്നനുസരിച്ച് ചേർക്കാം. 2 മുതൽ 3 വരെയൊക്കെ ചേർക്കാം കേട്ടോ വലിയ സവാള. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള അത്യാവശ്യം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണം കേട്ടോ. അതായത് ഒരു വഴന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കാരമലൈസായി വരുമല്ലോ, ആ രീതിയിൽ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനപ്പോൾ അതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടികട്ടിയുള്ള പാത്രത്തിലാണ് നമുക്ക് റോസ്റ്റൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് കാസ്റ്റ് അയൺ പാത്രത്തിൽ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഈ തക്കാളിയും എല്ലാ ചേരുവകളും ഇതിലിങ്ങനെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. നമുക്ക് തക്കാളി ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, ആ രീതിയിലായി വരണം. ആ രീതിയിലായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. പെരുംജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള കുറഞ്ഞ മസാലപ്പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറി നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ അല്പം ആ പാത്രം കഴുകിയ ആ വെള്ളവും കൂടി നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ് ഗ്രേവിക്ക് അനുസരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് വരട്ടി റോസ്റ്റ് ചെയ്ത് എടുക്കണം. ആ ഗ്രേവിയിലൊക്കെ നന്നായിട്ട് മിക്സായി നല്ല അടിപൊളിയായിട്ട് വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ്റ്റ് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റെസിപ്പീസാണ് താല്പര്യമുള്ളതെന്നുള്ളതും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി റിസ്ന. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.